പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ CPM പിടിമുറുക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുന്നു. അതിൻ്റെ ഹെഡ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ നിയന്ത്രണം പി ജയരാജൻ എന്ന സഖാവാണ് എന്ന തരത്തിലുള്ള ചില വാർത്തകൾ ശ്രദ്ധിച്ചു. 2 ദിവസമായി വന്നിട്ട് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പി ജയരാജൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിരുന്നു. എന്തൊക്കെയായാലും ക്ഷേത്രങ്ങളിൽ പിടിമുറുക്കാനായിട്ട് CPMൻ്റെ ശ്രമങ്ങളെക്കുറിച്ച് ഇതിനു മുൻപും വർഷങ്ങൾക്ക് മുൻപും വാർത്തകളും വിശദാംശങ്ങളും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും. കാരണം ക്ഷേത്രങ്ങളിൽ പിടിമുറുക്കി കഴിഞ്ഞാൽ നല്ല വരുമാനമുള്ള ക്ഷേത്രങ്ങളിലെ ഒരു പണവും മറ്റു കാര്യങ്ങളും തട്ടിച്ചു കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഈ ഭക്തജനങ്ങളുടെ ഇടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ ക്ഷേത്രങ്ങളിൽ കയറി വിപ്ലവ ഗീതങ്ങളൊക്കെ പാടി ക്ഷേത്രങ്ങളെ ഒരു വിപ്ലവ പ്രസ്ഥാനമാക്കി മാറ്റാം. ഇതിനു മുൻപ് ക്ഷേത്രങ്ങളിൽ ഒഴിക്കുന്ന വിളക്ക് കൊളുത്താൻ ഒഴിക്കുന്ന എണ്ണയുണ്ടെങ്കിൽ എത്ര പപ്പടം കാച്ചാം എന്ന് ചോദിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, CPMകാർ എന്നുള്ള കാര്യവും നമുക്കറിയാം. എന്തൊക്കെയായാലും ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും CPM പിടിമുറുക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയ്ക്കിടെയാണ് ഇന്നലെ പി ജയരാജൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. ക്ഷേത്രങ്ങളിൽ പിടിമുറുക്കാൻ കമ്മിറ്റിയുമായി CPM. പി ജയരാജന് സംസ്ഥാനതല ചുമതല എന്ന നിലയിൽ ഒരു വാർത്ത ഏതാനും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതായി കാണുന്നു. നുണ നിർമ്മിതിയുടെ പരമ്പരയിൽ ഒടുവിലത്തേതാണ് ഇത്. അദ്ദേഹത്തിന് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിച്ചല്ലേ പറ്റൂ. രാജ്യത്തെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടിയാണ് CPM എന്നാണോ എന്തോ, ഏത് രാജ്യത്തെയാണോ എന്തോ. ചുറ്റും നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാനും പ്രതികരിക്കാനും CPM എക്കാലത്തും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ വീട്ടിൽ ഇരുത്തിയത്. ഓരോ മേഖലയിലും എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് പാർട്ടിക്ക് ധാരണയുണ്ട്, നല്ല ധാരണ. വിശ്വാസികൾ അണിനിരക്കേണ്ട ഇടമാണ് ആരാധനാലയം. അത്തരം ആരാധനാലയങ്ങളിൽ പിടിമുറുക്കാനുള്ള ശ്രമമാണ് വർത്തമാനകാലത്ത് വർഗീയ ശക്തികൾ ആസൂത്രിതമായി നടത്തുന്നത്. അതേക്കുറിച്ചൊക്കെ നിരന്തരം പ്രതികരിക്കുകയും എഴുതുകയും ചെയ്ത പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. അത്തരം ഇടപെടലാണ് ഈ നുണ നിർമ്മാതാക്കളെ അലോസരപ്പെടുത്തുന്നത്. അതുകൊണ്ട് വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ അവർ വ്യാപൃതരാകുന്നത്. വിശ്വാസികളാണ് ക്ഷേത്രത്തിൻ്റെ കാര്യം നോക്കേണ്ടത് എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ആ വിശ്വാസികളെ വഴിതെറ്റിക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായ RSS നടത്തുന്നത്. എല്ലാത്തിനും RSSനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാം RSSൻ്റെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ CPM അല്ലെങ്കിൽ പി ജയരാജൻ സഖാക്കൾ രക്ഷപ്പെട്ടുവല്ലോ. അതാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. അങ്ങനെ സ്വന്തം സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ കൈയടക്കി ദുരുപയോഗം ചെയ്യുക മാത്രമല്ല, അയോധ്യയിൽ രാമൻ്റെ പേരിൽ ക്ഷേത്രം ഉണ്ടാക്കി കൊടും കൊള്ള നടത്തുകയും ചെയ്ത പാരമ്പര്യമാണ് RSSൻ്റേത്. ദേശാഭിമാനി അല്ലാത്ത പത്രങ്ങളും ഇടയ്ക്ക് വല്ലപ്പോഴും പി ജയരാജൻ സഖാവ് വായിക്കണം. പല മാധ്യമങ്ങളിലും ഒരുപോലെ വാർത്തകൾ വന്നപ്പോൾ ചിലരൊക്കെ അത് വിശ്വസിക്കുന്ന നിലയുമുണ്ടായി. അങ്ങനെയുള്ളവരുടെ ചില ശ്രദ്ധേയമായ പ്രതികരണങ്ങളും ലഭിക്കുകയുണ്ടായി. ചില ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ക്രമക്കേടുകളും അരാജക പ്രവണതകളും മോഷണങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിയുള്ള സന്ദേശങ്ങളാണ് വന്നത്. അവിടങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇടപെടണം എന്ന ആവശ്യം പോലും ചിലർ ഉന്നയിക്കുകയുണ്ടായി. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വാർത്തകളിൽ വന്നതുപോലെ ഒരു തീരുമാനം CPM എടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഇതിനകത്ത് താൻ അത്തരത്തിലുള്ള വാർത്തകൾ നിഷേധിക്കുന്നു എന്നോ, അത് അത്തരത്തിലുള്ള വാർത്തയേയില്ല, CPM അത്തരത്തിൽ ആലോചിച്ചിട്ടില്ല എന്ന് വ്യക്തമായി പറയാൻ പി ജയരാജന് കഴിയുന്നില്ല. അതായത് ആരാധനാലയങ്ങളിൽ പിടിമുറുക്കി ആരാധനാലയങ്ങളിലെ സമ്പത്ത് കൊള്ളയടിക്കാൻ ശബരിമലയിൽ തന്നെ നമ്മൾ എത്ര കണ്ടതാണ്. വേറെങ്ങും പോകണ്ട. CPMൻ്റെ നേതൃത്വത്തിലുള്ള PS പ്രശാന്തും വാസുവും അതുപോലെ തന്നെ ഉള്ള ആളുകളൊക്കെ നേതൃത്വം കൊടുത്ത ദേവസ്വം ബോർഡ്, CPMൻ്റെ ദേവസ്വം ബോർഡുകളാണ് ഈ തട്ടിപ്പും വെട്ടിപ്പും മുഴുവൻ നടത്തിയത് ശബരിമലയിൽ. ഇവിടെ നെയ്യ് അടിച്ചു മാറ്റി, അതും CPMൻ്റെ കാലത്താണ്. എന്നിട്ട് ചെറുക്ഷേത്രങ്ങളെയും ഭക്തർ ധാരാളമായി എത്തുന്ന ക്ഷേത്രങ്ങളെയും ഒക്കെ പിടിമുറുക്കാനായിട്ട് ശ്രമിക്കുന്നു. അത് വന്നപ്പോൾ ഇത്തരത്തിൽ ഉള്ള മെഴുകൽ അല്ലെങ്കിൽ ന്യായീകരണം നടത്തിക്കൊണ്ട് ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ക്ഷേത്രവിശ്വാസികൾക്കുണ്ട് എന്നുള്ള കാര്യം പി ജയരാജൻ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇത്തരത്തിൽ വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട്. അത്തരത്തിൽ സംഘടന രൂപീകരിച്ചോ അത് രജിസ്റ്റർ ചെയ്തോ എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ക്ഷേത്രങ്ങളിൽ പിടിമുറുക്കി അവിടുത്തെ സ്വത്ത് കൊള്ളയടിക്കാനും അഴിമതി നടത്താനും പറ്റുമെങ്കിൽ വിഗ്രഹം പോലും അടിച്ചു കൊണ്ടുപോകാനും അവിടെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അവർക്കിടയിൽ രാഷ്ട്രീയ പ്രചരണം നടത്തി അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാനുമൊക്കെ CPM എന്ന രാഷ്ട്രീയ പാർട്ടി ഇതിനു മുൻപും ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് ഒരു വ്യക്തമായ കാര്യം തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എല്ലാവർക്കും ബോധ്യമായ കാര്യം തന്നെയാണ്. അതിനിടയിലൂടെ ഇത്തരം ന്യായീകരണങ്ങൾക്ക് ഒരു ഓലപ്പടക്കത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പൊട്ടാസിൻ്റെ ശക്തി പോലും ഉണ്ടാകില്ല എന്ന സഖാവ് PJ ഒന്ന് ചിന്തിക്കണം.